നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു കൂട്ടാൻ. നമുക്ക് കൂടുതൽ നമുക്ക് മീൻ ഇറച്ചും സാമ്പാറും ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ഒന്നും കറി വെക്കാൻ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു 5 മിനിറ്റ് മതി ഇങ്ങനെ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉണക്കമുളക് ഒന്ന് ചതച്ചെടുക്കുക, കുറച്ച് ചെറിയുള്ളി, ഒരു 10 ചെറിയുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അമ്മ ഉണ്ടെങ്കിൽ അമ്മയും ഒന്ന് ചതച്ചെടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഇടിക്കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. പൊടിക്കരുത്, ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഈ പുളിക്ക് പല നാട്ടിലും പല പേരാണ്. തറവാട്ട് പുളി പറയും, ഇടിച്ച് ഉള്ളിമുളകും കുത്തിയ പുളി എന്നും പറയും, പല രീതിയിലും പറയും ഇതിന്. നമ്മൾ ഉള്ളിമുളകൊക്കെ ഇതേപോലെ കുത്തിയെടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മുന്നേ തന്നെ കുറച്ച് പുളി കഴുകിയിട്ട് അതൊന്ന് കുതിരാൻ വെക്കണം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി എടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഏത് പാത്രം വെച്ചെങ്കിൽ അതെടുത്താൽ മതി. ചട്ടിയിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഞാൻ ചട്ടി ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക്, ആ കടുക് പൊട്ടി വന്നാൽ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. കൂടുതലൊന്നും വേണ്ട, കുറച്ച് കടുക് ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലോണം പൊട്ടി വന്നാൽ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ പുളിയിൽ തക്കാളി സബോള ഇതൊന്നും ഇടണില്ല കേട്ടോ. മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇടണില്ല. ഇതേ രീതിയിൽ വെച്ചാലാണ് ഈ പുളിയുടെ ടേസ്റ്റ്. പഴയ ആൾക്കാരൊക്കെ തരുന്നൊരു പുളിയാണിത്. ഇപ്പം ഇതാരും ചെയ്യില്ല. ഇപ്പൊക്കെ ഈ കറിയൊന്നും അല്ലാതെ വേറെ നല്ല നല്ല കറികൾ കൂട്ടിയിട്ടല്ലേ ഇപ്പോൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പുളി വെച്ചിട്ടൊന്ന് കഴിച്ച് വെക്കുക. പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുക, ഒരു 5 മിനിറ്റ് മതി. ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പച്ചമുളക് നുറുക്കിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആ ചതച്ച് വെച്ച ചെറുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയിട്ട് അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണം. നല്ലോണം മൂത്ത് വന്നാൽ നല്ല മണം വരും. ഈ ഉള്ളി മുളകൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒരു മണം വരും. ആ മണം വന്നാൽ നമുക്കത് അതിലേക്ക് നമുക്ക് പുളി കുതിർത്തിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉള്ളി മുളകൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ പുളി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് പുളി എടുത്താൽ മതി കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്ര പുളി വേണമെന്നൊക്കെ. എന്തായാലും കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണിത്, തറവാട്ട് പുളി. ഇപ്പോൾ പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഈ പുളീനെ പറ്റിയിട്ട്. ഇതിലൊന്നും ഇടില്ല, ഉണക്കലൊന്നും ഇടില്ല, ഇതേപോലെ തന്നെ ഒന്ന് വെച്ചാൽ മതി. നമുക്ക് ആ പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രണ്ടും കറി വേണമെന്നുണ്ടെങ്കിൽ അത്ര ഒഴിച്ചു കൊടുത്താൽ മതി. പുളിയൊക്കെ പിഴിഞ്ഞ് ഇത് വെള്ളം പാകത്തിനാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നല്ലോണം തിളച്ച് വരണം. നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക, പിന്നെ കുറവ് തോന്നുക വെച്ചെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം. നല്ലോണം വറ്റി കുറുകൊന്നും വേണ്ട, ഇതേപോലെ ആയാൽ മതി. നമ്മുടെ തറവാട്ട് പുളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉണക്കലും ഉണ്ടെങ്കിൽ അതും ഒരു പപ്പടം ഉണ്ടായാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഈ ഒരു കറി മാത്രം മതി. എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ കറി ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ചോറുണ്ടാക്കുക. ഇത് മാത്രം മതി ചോറിനാൻ, വേറെ ഒന്നും വേണ്ട. നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ വീട്ടിലുണ്ടാക്കിയൊരു ഉണക്കലാണ് നമുക്ക് ഇതിലേക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഉണക്കൽ നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ്. ഈ ഉണക്കലിൻ്റെ വീഡിയോ നമുക്ക് വേറൊരു ദിവസം വിടുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് നേരാക്കിയിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് പറ്റിയത് നമുക്ക് ഈ പുളിയിലേക്ക് പറ്റിയത് ഉണക്കലാണ്. അപ്പോൾ ഈ ഉണക്കൽ നന്നായി കഴുകിയുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി മാത്രമേ ഈ ഉണക്കലിലേക്ക് ഇട്ട് കൊടുക്കണുള്ളൂ. മുളകും പൊടി ഇട്ട് കൊടുത്താൽ നമ്മൾ മീനൊന്ന് കരിഞ്ഞ പോലെ ഉണ്ടാവും, മസാല ഒക്കെ ഒന്ന് കരിഞ്ഞ പോലെ. മഞ്ഞൾപ്പൊടി ആകുമ്പോൾ അതുണ്ടാവില്ല. നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് കീറിയിട്ട് ഈ മീനിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത് പൊരിക്കുമ്പോൾ. അപ്പോൾ ഈ ഉണക്കൽ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് വേപ്പിൻ്റെ ഇല ഒന്ന് വിതറി കൊടുക്കുക. അപ്പം ഇനി ഒരു പപ്പടം ചുടുക പൊരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. പപ്പടം ഉണക്കലും ഈ ഒരു കറി മാത്രം മതി. ഇതേപോലെ നമ്മൾ ഉണക്കലൊക്കെ പൊരിച്ചിട്ടുണ്ട്.
മാന്തൾ. അന്നൊരു ദിവസം മത്തിയാണല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കിയത്. ഇത് നമ്മൾ മാന്തൾ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പം ഇനി എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. ഇപ്പം ഉണക്കലും തറവാട്ടുപുളിയൊക്കെ ഇവിടെ. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.